ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നും പതിവ് പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫാണ് സംഭവം. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ 2 മിനിറ്റ് മാക്സിമമാണ് ലെങ്ത്ത് പോകുന്നുള്ളൂ ലോങ് വീഡിയോ. സോ ഞാൻ വിചാരിക്കണം എന്താ വെച്ചാൽ കുറച്ചധികം ലെങ്ത്ത് പോകണം, ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കൂടണം എന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് 2 മിനിറ്റുള്ള 3 മിനിറ്റിൻ്റെ വീഡിയോ എങ്കിലും ആവണം എന്നുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ആദ്യം തന്നെ ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്യാൻ കുറേ ആയി ഇങ്ങനെ അത് ചെയ്യാ വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പൗച്ചിൽ ഫുൾ ലിപ്സ്റ്റിക്കും എൻ്റെ ഹെയറും മേക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ഈ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ മിനീസോന്ന് വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ എന്തോ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തോ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വാനംകുളം പോകാനുണ്ടായിരുന്നു. എനിക്ക് ഫ്രെയിം കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതൊന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയി. പിന്നെ എൻ്റെ അവിടെ നിന്ന് ഒരു ജൂനിയറിനെ ഞാൻ കണ്ടു. എൻ്റെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ പിന്നെ അമ്പലത്തേക്കും പോയി. നേരെ അമ്പലത്തിൽ പോയി. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. നല്ല സദ്യ പറഞ്ഞ് നല്ല സദ്യ കഴിച്ചു. എനിക്ക് ഈ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സദ്യ കഴിച്ചു. അതിൻ്റെ ഭയങ്കരമായ സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. പിന്നെ അങ്ങനെ എനിക്ക് വന്നിട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ കാര്യങ്ങളും പിന്നെ നോക്കി. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ പോകേണ്ടി, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതിനുള്ള പാക്കിംഗ് ഒക്കെ നോക്കാണ്ടായിരുന്നു. ഇറ്റ് ഓൾമോസ്റ്റ് ടുക്ക് മീ 1 hour. എന്താ കാരണം വെച്ചാൽ കുറച്ച് ഓവർ പാക്ക് ചെയ്യണ ഒരു കൂട്ടത്തിലാണ്. പിന്നെ ഈ ഡ്രസ്സ് മാത്രമല്ല, എൻ്റെ കുറച്ച് സാധനങ്ങളോട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതൊന്നും വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് ടേക്ക് മീ 1 hour. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊരു പാക്ക് ചെയ്യുമ്പോൾ പോലും ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഇത്ര ഡ്രസ്സ് എടുക്കേണ്ടതെന്ന് എനിക്ക് തന്നെയുള്ള ഒരു ബോധമുണ്ട്. എന്നാലും എന്നോട് എടുക്കായിരുന്നു വേറെ ബാഗിൽ. ഈ ബാഗ് ചെറുതായി, ആ ഒരു മൈൻഡ് സെറ്റാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കൂടുതൽ ദിവസം നിൽക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓവർ പാക്ക് ചെയ്താലാണ് എനിക്ക് സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ അഥവാ ഇങ്ങോട്ടേലും പോയാൽ തികഞ്ഞില്ലെങ്കിലോ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആദ്യമൊക്കെ വിചാരിക്കും കുറച്ച് പാക്ക് ചെയ്യുള്ളൂ. പിന്നെ ഞാനത് ഓവർ പാക്കായി മാറും. അങ്ങനെ പിന്നെ അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ള് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതേ ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ മുടി കെട്ടാമെന്നായിരുന്നു, ലൈക്ക് വെറുതെ പരത്തിടാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഈ ചൂട് കാരണം എന്ത് ചൂട് ഈ സമയത്തൊക്കെ. എനിക്കാണെങ്കിൽ ഒട്ടും ചൂട് ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലാണ്. അങ്ങനെ പിന്നെ മുടി വെറുതെ ഞാൻ കെട്ടി. ഞാനൊന്നും വേണ്ട വെച്ചു. പിന്നെ ഇവിടുത്തെ ചെടിയൊക്കെ ഒറ്റ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടേക്ക് പോകാൻ അത്യാവശ്യം ദൂരമുണ്ട്. ഒരു 1.5 മണിക്കൂർ മാത്രം ട്രാവൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്കൂൾ പൂട്ടുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ നിൽക്കാനായിട്ട് പോവാറ്. അല്ലെങ്കിൽ ഇങ്ങനെ പോവുക, വേഗം വരാം, അങ്ങനെയുള്ളൊരു ഇതാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല ലേറ്റായി. പിന്നെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ നിന്നു, കളിച്ചു കുറേ. അങ്ങനെ റെസ്റ്റായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം തന്നെ യൂണോ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരിപ്പോൾ ഫോണിൽ കളിച്ചു. പിന്നെ ഞങ്ങൾ ഇമ്പോസ്റ്റർ കളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എല്ലാവരും കൂടി കളിക്കുക. പിന്നെ വെറുതെ ഫോൺ നോക്കിയൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അപ്പത്തുള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.